സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാവടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് തുടർന്നു വന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മളാദ്യം നാമബീജത്തെക്കുറിച്ചായിരുന്നു തുടങ്ങിയത്. എങ്ങനെയാണ് ഒരു നാമം നമ്മുടെ ഉള്ളിൽ നടുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ആ നാമത്തിനൊരു രൂപം കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ നട്ട ആ നാമം പിന്നീട് ഒരു രൂപമായി മാറുന്നു. അങ്ങനെ ആ രൂപത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ സത്സംഗത്തിലിരിക്കുമ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെ ആ രൂപത്തെ എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നു, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ 3 തവണയായിട്ട് കടന്നു വന്നത്. ഇതിൻ്റെ 4-മത്തത് സാക്ഷാത്കരിക്കുന്നതിന് ചില വഴികളുണ്ട്. അതിൻ്റെ വിവിധ മാർഗങ്ങളാണ്. എങ്ങനെയാണ് ഒരു രൂപം, നമ്മൾ ആ ഒരു രൂപത്തിൽ എത്തിച്ചേരുന്നു, ആ രൂപത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗം, അത് ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഗുരുവിനെ ആവശ്യമുണ്ടെന്ന് പറയും. നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഒരു ഗുരു ആവശ്യമാണ്. അത് ഒരു ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ആ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കൂ. കാരണം നമ്മുടെ ആ അന്വേഷണ പാതയിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടാകാം, എന്തെല്ലാം പോരായ്മകളുണ്ടാകാം, അതെ പരിഹരിച്ച് നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു ഗുരു, ആ ഗുരുവിനെ ആരെയും നമുക്ക് ഗുരുവായി സ്വീകരിക്കാം. നേരത്തെ അബ്ദുൽ സ്വാമി അതാണ് പറഞ്ഞ, ആ സഞ്ചരിക്കുന്ന പാതയിൽ ഒരു ഗുരുവിൽ നിന്നാണ് സന്യാസം തന്നെ സ്വീകരിക്കുന്നത്. ഒരു ഗുരു പ്രധാനമാണ് എന്തായാലും. അപ്പോൾ ആ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അത് പറഞ്ഞത്, നമുക്ക് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കലിയുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ സത്യയുഗത്തിലോ ചെയ്തിരുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. കാര്യം അവിടെ യാഗം നടത്തണമായിരുന്നു, തപസ് നടത്തണമായിരുന്നു. അതും ദീർഘകാലത്തെ തപസ് കൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരമൊക്കെ കിട്ടുന്നത് ഈ മറ്റു യുഗങ്ങളിൽ. കലിയുഗത്തിൽ പിന്നെ അതില്ല, ഇൻസ്റ്റൻ്റാണ്. കലിയുഗത്തിൻ്റെ എല്ലാ സ്വഭാവവും ഇൻസ്റ്റൻ്റാണ് അല്ലേ. പണ്ട് നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ പിന്നിലൊരു പ്രയത്നം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രയത്നമേ ഇല്ല. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഭക്ഷണം കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിലിട്ടാൽ അത് ഭക്ഷണമായി മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇൻസ്റ്റൻറ്റ് ആക്ഷനാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ്, അങ്ങനെയുള്ള ഒരു ഘടനയിലാണ് കലിയുഗത്തിലെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, കലിയുഗത്തിൽ മനുഷ്യരെല്ലാം അന്നഗതപ്രാണരാണ്. എല്ലാ മനുഷ്യരും അന്നഗതപ്രാണരാണ്. അപ്പോൾ അന്നം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വച്ചിട്ടാണ് സഞ്ചരിക്കുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ചെന്ന് നിൽക്കുന്നത് അന്നം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഒരു ഗൃഹനാഥൻ്റെ ധർമ്മം ആ കുടുംബത്തിൽ അന്നം എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അന്നം എത്തിക്കാത്ത കുടുംബനാഥനെ കുടുംബത്തിൽ നിലനിർത്താൻ പറ്റില്ല. ഒരു കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം ഈ അന്നം, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന പോലെ, ഓരോ അംഗങ്ങൾക്കും രുചിക്കുന്ന രീതിയിൽ ആ അന്നം പ്രിപ്പയർ ചെയ്യുക, അത് തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഒരു വീട്ടമ്മയുടെ ലക്ഷ്യം. ഇതുകൊണ്ടാണ് അന്നഗതപ്രാണരായിരിക്കുന്നത് കൊണ്ട് എല്ലാം കണക്റ്റഡ് വിത്ത് അന്നം.
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതാണ്. അന്നത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഭക്ഷണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. നമുക്കറിയാം, ഒരു നഗരം രൂപപ്പെട്ടാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ വ്യാപാരം ഭക്ഷണങ്ങളാണ്. പണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് സ്ഥിരം വരുന്ന പഴയ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ മുൻവശത്ത് 10 ദിവസം നിറച്ച് കടകൾ വരും. അന്നാണ് ഇഷ്ടംപോലെ കടകളാണ്. ഈ കടകളിൽ ഏറ്റവും കൂടുതലുള്ളത് വളക്കട, അങ്ങനെയുള്ള വളയൊക്കെ വിൽക്കുന്ന, ചാന്ത്, പൊട്ട്, വള ഒക്കെ വിൽക്കുന്നതാണ്. പിന്നുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകൾ വിൽക്കുന്ന കടകളാണ്. പിന്നെ അതനുസരിച്ചുള്ള മറ്റല്ല. ഇന്നിപ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ 40 കടകളുണ്ടെങ്കിൽ 30 കടകളും ഫുഡാണ്. 30 കടകൾ, ഈ വന്ന് സ്ഥാപിക്കപ്പെടുന്ന 30 കടകളിലും ഈ ഭക്ഷണ പദാർത്ഥങ്ങളാണ് വിൽക്കപ്പെടുന്നത്. വളകളുടെയൊക്കെ അംശം വളരെ കുറഞ്ഞു. കാര്യം ആരും വള മേടിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് അധികമൊന്നും ആരും മെനക്കെടാറില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വസ്തുക്കളോട് താല്പര്യമില്ലാതായി. എല്ലാവർക്കും താല്പര്യം ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഐസ്ക്രീം മുതൽ ഈ ബജി വരെയുള്ള വിൽക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രം. എല്ലായിടത്തും ഭക്ഷണത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒരു ഭക്ഷണം കിട്ടുക, അതാണ് പ്രധാനം. വിവിധ തരം ഭക്ഷണം പരീക്ഷിക്കുക. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ വേറൊരു പ്രത്യേകത യൂട്യൂബ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല. യൂട്യൂബിലൂടെയാണ് പല പല ബ്ലോഗർമാരുണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലോഗർമാരുള്ള ഏതിനാണ്? പാചകത്തിനാണ്. 15 ലക്ഷമാണ് പാചകത്തിൻ്റെ ഒരു ദിവസത്തെ ഈ യൂട്യൂബ് നോക്കുന്നത്. 15 ലക്ഷം പേരാണ് ഒരാളുടെ നോക്കുന്നത്. 15 ലക്ഷം. അയാളുടെ ഒരു ദിവസത്തെ വരുമാനം ആലോചിച്ച് നോക്കണം. അപ്പോൾ ബാക്കി ഒന്നിനും ഇത്രയും എന്താ പറയുക, അന്വേഷിക്കാൻ ആളില്ല, കാണാൻ ആളില്ല. ആധ്യാത്മികമായ കാര്യങ്ങളുടെ ബ്ലോഗ് എടുത്ത് നോക്കിയാൽ കൂടി വന്നാൽ 1000-1500 താഴെയേ ഉള്ളൂ. മറ്റ് പൊളിറ്റിക്കൽ ഇതിൽ നോക്കിയാൽ ചിലപ്പോൾ ഒരു 15,000, 20,000, അല്ലെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം, മാക്സിമം 3-4 ലക്ഷം വരെയാണ് പൊളിറ്റിക്കൽ ലെവലിലുള്ള ബ്ലോഗുകൾ നോക്കിക്കഴിഞ്ഞാൽ. ഈ ഫുഡിനെ കുറിച്ചുള്ള ബ്ലോഗിലാണ് 15 ലക്ഷമാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളതെല്ലാം അതിനോടനുബന്ധിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു താല്പര്യം യഥാർത്ഥത്തിൽ സത്യമല്ലേ അത്? നമ്മൾ ഭക്ഷണത്തോടാണ് നമുക്ക് താല്പര്യം ഏറ്റവും കൂടുതൽ. അപ്പോൾ ഭക്ഷണത്തോടെ ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നു വരുന്നത്, അല്ലേ? ഭക്ഷണത്തോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, എന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തരത്തിലാണ് നമ്മുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കണം എന്ന് പറയുന്ന പോലെ. അപ്പം അന്നഗത പ്രാണരായി എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അന്നഗത പ്രാണരായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി എന്നത്? 3 കാര്യങ്ങളാണ് ഒരു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പരിഗണിക്കപ്പെടുന്ന 3 ഘടകങ്ങളുണ്ട്. ഈശ്വര സാക്ഷാത്കാരത്തിന് പരിഗണിക്കപ്പെടുന്ന 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആസക്തി. രണ്ടാമത്തെ ഘടകം ആഹാരം. മൂന്നാമത്തെ ഘടകം ഇച്ഛാസ്വാതന്ത്ര്യം. ഈ 3 ഘടകങ്ങളിലൂടെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കേണ്ടത്. മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ 3 കാര്യങ്ങളെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു എന്നുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി. ആദ്യം ഇവിടെ പറയുന്നത് ആസക്തിയാണ്. ആസക്തി, അത് ശ്രീരാമകൃഷ്ണദേവൻ അതാണ് കാമിനീ കാഞ്ചനം എന്നുള്ള വാക്കുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാമിനീ കാഞ്ചനം എന്ന് പറയുന്നത്
സ്ത്രീ അല്ലെങ്കിൽ സ്വർണം എന്നല്ല. അങ്ങനെ ഒരു വേർഷനിൽ പലയിടത്തും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ മുഴുവനും അകറ്റി നിർത്തേണ്ടതാണ് എന്നുള്ളൊരർത്ഥം അതിനകത്ത് കയറി വരും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അപകടം കാമിനിയും കാഞ്ചനവുമാണെന്ന് പറയുമ്പോൾ സ്വർണവും പെണ്ണുമാണ് ഏറ്റവും കൂടുതൽ അപകടം എന്നുള്ളൊരർത്ഥം വരും അതിനകത്ത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല ഇതിന്. കാമിനി എന്ന് ഉദ്ദേശിച്ചത് ശ്രീരാമകൃഷ്ണദേവൻ കാമിനി എന്നുദ്ദേശിക്കുന്നത് കാമ്യ വസ്തുക്കളെന്നേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാക്കുന്ന വസ്തു, അത് എന്തും ആകാം, ഏതൊരു സാഹചര്യമാകാം. അപ്പം കാമ്യ വസ്തുക്കളാണ് ഒന്ന്. പിന്നുള്ളത് ധനം, സമ്പത്ത് എന്നുള്ളതാണ്. ഈ കാമ്യ വസ്തുക്കളോടും സമ്പത്തിനോടുമുള്ള താല്പര്യമാണ് ആസക്തി എന്നുള്ളൊരു ഘടകത്തിൽ നിൽക്കുന്നത്. അപ്പം ഈ ആസക്തിയെ എങ്ങനെ നമ്മൾ മറികടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗത്തിലെ ഒന്നാമത്തെ ഗേറ്റ്, ആസക്തി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. രണ്ടാമത്, ഈ ആസക്തിയെ തന്നെ മൂന്നായിട്ട് ഭാഗിക്കുന്നുണ്ട്. ആസക്തിയെ തന്നെ മൂന്നായിട്ട് ഭാഗിക്കുന്നുണ്ട്. ആസക്തിയിൽ ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ആസക്തി വരുന്നത് ധനത്തോടാണ്, സമ്പത്തിനോടാണ്, സ്വത്തിനോടാണ്. അതിന് സംശയമില്ല. അപ്പം അതാണ് ഒന്നാമത് നിൽക്കുന്ന കാര്യം, സമ്പത്താണ് ആസക്തിയിൽ ഒന്നാമത്. രണ്ടാമത്തത് മാനം. മാനം എന്നുദ്ദേശിച്ചത് നമ്മുടെ ആ അഹംഭാവം തന്നെയാണ്. ഞാൻ ഇന്നയാളാണ്, ഞാൻ എൻ്റെ പൊസിഷൻ എന്നുള്ള അർത്ഥത്തിലാണ്, എൻ്റെ സ്റ്റാറ്റസ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ പ്രശസ്തനാണ്, അല്ലെങ്കിൽ ഞാൻ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുന്ന ഒരു ഘടകം. അതാണ് ഈ മാനം എന്നുള്ള, അഭിമാനം എന്നുള്ള വാക്ക് വരുന്ന പോലെ മാനം എന്നുള്ള. അപ്പോൾ നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തത് സമ്പത്തും സ്വത്തും അടങ്ങിയ കാര്യമാണ്. രണ്ടാമത്തത് നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈശ്വരനിലേക്കുള്ള മാർഗത്തിൽ നമ്മൾ എവിടെയാണ് നമ്മളെ പൊസിഷൻ ചെയ്യുന്നത്. മൂന്നാമത്തത് ദേഹസുഖം, സുഖം എന്ന് എടുത്താലും മതി. മൂന്നാമത് നമ്മളെല്ലാം ഒരു സുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് സുഖമായിരിക്കണം, എല്ലാ കാര്യത്തിലും നമുക്ക് സുഖമായിരിക്കണം. ഇതാണ് ആസക്തിയുടെ മൂന്ന് ഘടകങ്ങൾ നിൽക്കുന്ന ഈ ഇതിലാണ്. ഒന്ന്, നമുക്ക് ധാരാളം സമ്പത്ത് വേണം, നമുക്ക് നല്ല സ്ഥാനമാനങ്ങൾ വേണം, പിന്നെ നമുക്ക് സുഖം വേണം. വിഷമിക്കാൻ നമ്മൾ ആർക്കും താല്പര്യമില്ല. ഇതാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ മൂന്ന് ഘടകങ്ങളായിട്ട് ആസക്തിയെ തിരിക്കുന്നത്. ആസക്തിയെ മൂന്ന് ഘടകങ്ങളായിട്ട് തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ധനം എന്ന് പറയുമ്പോൾ സമ്പത്ത്, സ്വത്ത് മാത്രമല്ല, സ്വന്തമാക്കുന്നതിനെന്തും ധനം എന്ന് പറയാം. നമ്മൾ വെറുമൊരു രൂപ അല്ലെങ്കിൽ സ്ഥലം എന്നുള്ള ഘടകത്തിൽ മാത്രം മാറ്റണ്ട. ശ്രീരാമകൃഷ്ണദേവൻ അതിനൊരു കഥ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കഥ രാമായണത്തിൽ നിന്നുള്ള കഥയാണ്. എന്തുകൊണ്ടാണ് രാമായണം എന്നുള്ള കഥയുടെ അടിസ്ഥാനം തന്നെ നിൽക്കുന്നത് രാവണനും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധം എന്നുള്ള ഒരു ഘടനയിലേക്കാണ് ആ രാമായണത്തിൻ്റെ കണ്ടന്റ് ചെന്ന് നിൽക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രാവണനും രാമനും തമ്മിലുള്ള യുദ്ധത്തില്ല. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഇതിനുള്ള ഹേതുവായി തീർന്നത് എന്താണ്? ആസക്തിയാണ്. ആസക്തിയാണ്. അപ്പോൾ ഈ ധനം തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ഹേതു എന്ന് പറയുന്നത്. ധനം തന്നെ. ഈ ധനം എന്നുള്ളത് നമുക്ക് കാമ്യവസ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ധനത്തെ എടുക്കുന്നത്. ഇപ്പോൾ കൈകേയിക്കുണ്ടായ ആസക്തി, അവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൈകേയിയുടെ ആസക്തി, കൈകേയിലെ ആസക്തി ഉണ്ടാക്കാൻ കാരണം ദശരഥൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. കാര്യം 3 ഭാര്യമാരിലും കൈകേയിയോടുണ്ടായിരുന്ന താല്പര്യമായിരുന്നു ഈ ആസക്തിയെ. അപ്പം തുടക്കം മുതലേ ഈ ആസക്തിയുടെ ഘടന കടന്നു വരികയാണ്. ഇത് അവസാനം മക്കളിലെത്തുകയാണ്, മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ ആസക്തിയുടെ ഘടന മക്കളിലേക്ക് എത്തുകയാണ്. ശ്രീരാമനിലേക്കും ഭരതനിലേക്കും ലക്ഷ്മണനിലേക്കും ഒക്കെ ഇതെത്തുകയാണ്. അപ്പോൾ ശ്രീരാമൻ അവസാനം സ്വന്തം രാജ്യം ഉപേക്ഷിക്കുന്നു,
കാട്ടിലേക്ക് വരുന്നു. അപ്പോൾ കൂടെ സീത വരുന്നുണ്ട്. സീതയ്ക്ക് ആസക്തി നഷ്ടപ്പെടുന്നില്ല. അപ്പം സീതയ്ക്ക് ആസക്തി എങ്ങനെ ഉണ്ടായി? മാരീചൻ മാനായി വന്ന് നിന്നപ്പോൾ സീതയ്ക്ക് ആസക്തിയായി. മായപ്പൊന്മാനെ കണ്ടപ്പോൾ സീതയ്ക്ക് ആസക്തി ഉണ്ടായി. ശ്രീരാമൻ പറഞ്ഞു അത് ശരിയല്ല, അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന്, പൊന്മാനെ പിന്നാലെ പോകരുതെന്ന് ശ്രീരാമൻ ഉപദേശിച്ചതാണ്. പക്ഷെ സീത അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് തുടർന്നുണ്ടായ അപകടങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷെ തുടർന്ന് രാവണൻ അവിടെ വരുന്നു എന്നുള്ളത് ഈ മാരീചനെ വധിച്ചത് കൊണ്ടല്ല. രാമനെ സംബന്ധിച്ച് മാരീചനെ നിയോഗിച്ചത് രാമനെ ആ ഗ്രൂപ്പിൽ നിന്ന് അകറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു, അല്ലേ? ലക്ഷ്മണനും സീതയും രാമനും കൂടെ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് രാമനെ അകറ്റുക, ലക്ഷ്മണനെ അകറ്റുക, എന്നിട്ട് സീതയെ ഒറ്റയ്ക്കാക്കുക. അതിന് കാരണം സ്വന്തം സഹോദരിയോട് ലക്ഷ്മണൻ ചെയ്ത പാതകം വെച്ചിട്ടാണ്, അല്ലേ? ശൂർപ്പണഖയോട് കാണിച്ച ആ പാതകം വെച്ചിട്ടാണ് രാവണൻ ഈ ഒരു വൈരാഗ്യത്തിന് ഇറങ്ങിത്തിരിച്ചത്, ഈ കർമ്മത്തിന് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഈ രണ്ടുപേരെയും മാറ്റാൻ രാവണന് കഴിഞ്ഞു. അങ്ങനെയാണ് രാവണൻ സീതയെ കൊണ്ടുവരുന്നത്. സീതയെ കൊണ്ടുവരുമ്പോൾ സീതയുടെ അനുവാദമില്ലാതെ സീതയെ തൊടാൻ പോലും പറ്റില്ല. അപ്പം സീതയെ ലങ്കയിൽ കൊണ്ടുവന്നതിന് ശേഷം സീതയോട് രാവണന് താല്പര്യമുണ്ടാകുക. പക്ഷെ ഒരിക്കലും സീതയെ ആ രീതിയിൽ രാവണൻ അപ്രോച്ച് ചെയ്തില്ല. അങ്ങനെയാണ് രാവണനെ സൂക്ഷിച്ചിരുന്നത്. അത് കാരണം അത് ഒരു വരബലം ഉള്ളതുകൊണ്ടായി. അപ്പം സീതയുടെ സമ്മതമില്ലാതെ ഒരിക്കലും സീതയുടെ അടുത്ത് ചെല്ലാൻ രാവണന് പറ്റില്ല. അപ്പം മറ്റുള്ളവർ, ശ്രീരാമകൃഷ്ണദേവനാണ് ഈ കഥയുടെ ബാക്കി പറയുന്നത്, മറ്റുള്ളവർ രാവണനോട് ചോദിച്ചു, അങ്ങക്ക് ഇത്രയും മായാജാലങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളല്ലേ, അങ്ങക്ക് രാമൻ്റെ രൂപത്തിൽ ചെന്നൂടെ എന്ന് ചോദിച്ചു. സീതയുടെ അടുത്തേക്ക് രാമൻ്റെ രൂപത്തിൽ അങ്ങക്ക് സീതയുടെ അടുത്ത് ചെന്നാൽ കാര്യം നടക്കൂലേ? സീത തെറ്റിദ്ധരിച്ചിട്ട് ഇത് രാമനാണ് വന്നിരിക്കുന്നതെന്നുള്ള ധാരണയിൽ അങ്ങക്ക് അടുത്ത് ചെന്നൂടെ എന്ന് ചോദിച്ചു. അതിന് രാവണൻ പറഞ്ഞ മറുപടിയാണ്, രാവണൻ ഒരു മോശം കഥാപാത്രമൊന്നുമല്ല, അതിനകത്ത് വളരെ സാത്വികനായ കഥാപാത്രം, വളരെ ഈശ്വരാധീനമുള്ളൊരു കഥാപാത്രം കൂടിയാണ്. സാത്വികൻ എന്ന് പറയാൻ പറ്റില്ല. രാവണൻ പറഞ്ഞത്, ഞാൻ രാമൻ്റെ വേഷം ധരിച്ചാൽ പിന്നെ എന്നിലെ രാവണത്വം ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ അവിടെ ചെല്ലും? പിന്നെ ഞാൻ രാമൻ്റെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ രാമൻ്റെ സാത്വിക ഭാവത്തിലാണ്. പിന്നെ സീതയുടെ അടുത്ത് എനിക്ക് ചെല്ലാനേ പറ്റില്ല. കാര്യം എനിക്കറിയാമല്ലോ ഞാൻ രാവണനാണെന്ന്. രാമൻ്റെ വേഷത്തിൽ എനിക്ക് അവിടെ ചെല്ലാനേ പറ്റില്ല. നോക്കപ്പോൾ രാമൻ്റെ വേഷം ധരിക്കുകയോ രാമൻ്റെ ഭാവം ഉൾക്കൊള്ളുകയോ ചെയ്താൽ മതി എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ഈശ്വരനെയാണോ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരനായി നമ്മളെ അങ്ങ് ഇത് ചെയ്താൽ മതി. ഏറ്റവും എളുപ്പമല്ലേ അത്? ഏറ്റവും സിംപ്ലസ്റ്റ് വേ അല്ലേ അത്? എനിക്ക് ശ്രീകൃഷ്ണനെയാണ് ആരാധനാ രൂപത്തിൽ ഞാൻ എൻ്റെ ഈശ്വരനായിട്ട് ഞാൻ ആ ശ്രീകൃഷ്ണ രൂപമാണെങ്കിൽ ഞാൻ തന്നെ ശ്രീകൃഷ്ണനായിട്ട് അങ്ങ് ഭവിച്ചാൽ പോരെ? എൻ്റെ എല്ലാ ആക്ടിവിറ്റികളും ശ്രീകൃഷ്ണ തുല്യമാക്കിയാൽ പോരെ? ഞാൻ തന്നെ മനസ്സുകൊണ്ട്, മനസ്സിന് അങ്ങനെ ഒരു ശക്തിയുണ്ടല്ലോ, മനസ്സിന് ഏതൊരു രൂപഘടനയെയും സ്വീകരിക്കാനുള്ള ശക്തിയുണ്ട്. അതാണ് ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഏതൊരു ഈശ്വരനെയാണോ ഞാൻ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരനെ ഞാനായിട്ടങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെയാണ് ഞാൻ എൻ്റെ ഈശ്വരീയ ഭാവത്തിൽ, ശ്രീരാമകൃഷ്ണ രൂപവും ശ്രീരാമകൃഷ്ണ ജീവിതവുമാണ് എനിക്ക് ഈശ്വരീയ രൂപമെങ്കിൽ ഞാൻ ശ്രീരാമകൃഷ്ണദേവനായാൽ പോരെ? അതിന് തയ്യാറല്ലാതെ ഞാനെങ്ങനെ
ഈശ്വര സാക്ഷാത്കാരത്തിന് എനിക്കത് ആകണം വേണം, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ക്ഷേത്രത്തിൽ ചെന്നാലല്ലേ തൊഴാൻ പറ്റൂ, ക്ഷേത്രത്തിൽ പോകാതെ തൊഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദേവനെ എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതിന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഏറ്റവും നല്ല മാർഗം നമ്മൾ ആ ദേവനായി മാറുക എന്നുള്ളത് തന്നെയാണ്. ആ ദേവൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒന്നാമത്തെ ഭാഗം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈശ്വര രൂപം സാക്ഷാത്കരിക്കണമെങ്കിൽ, അതായത് ഈശ്വരനായി നമുക്ക് മാറണമെങ്കിൽ അതിനെന്താണ് ഒരു എളുപ്പവഴി? എല്ലാത്തിനും ശ്രീരാമകൃഷ്ണദേവൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരുന്നു നമുക്ക്. അതാ ഒരു പോംവഴിയില്ലാതെ നമ്മൾ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു പോംവഴി കൂടെ നമ്മളെപ്പോലുള്ള അതാണ് അന്നഗത പ്രാണൻ എന്ന് ആദ്യം പറയാൻ കാരണം. നമ്മളെല്ലാം അന്നഗത പ്രാണരാണ്. അപ്പോൾ അന്നഗത പ്രാണരായ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നതിന് ഉള്ള മാർഗം ഏറ്റവും എളുപ്പമാർഗം പറഞ്ഞു തന്നേ പറ്റുള്ളൂ. അതാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രത്യേകത. ഇത് ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും സത്യയുഗത്തിലായാലും ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരായുസ് മുഴുവൻ തപസ് ചെയ്യണം. അങ്ങനെയാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് മറ്റ് യുഗങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അത് സന്യാസിമാരുടെ തീവ്രമായ സാധന കൊണ്ടാണ്. കലിയുഗത്തിൽ ഏതൊരു ഈശ്വരനെയാണോ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരൻ്റെ രൂപവും ആ ഈശ്വരനെ തന്നെ നമ്മൾ സ്വയം സങ്കല്പിച്ചാൽ മാത്രം മതി. അതാണ് അതിനകത്തെ വ്യത്യാസം. സങ്കല്പിച്ചാൽ മതി, അതോടുകൂടി ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തെ നിലനിർത്തണ്ടേ? ഇല്ലെങ്കിൽ ഒരു കുഴപ്പം. നമ്മളിപ്പോൾ അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ശരി, ഇന്ന് മുതൽ ഞാൻ, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ ഞാൻ ശ്രീരാമകൃഷ്ണദേവനായിട്ട് അങ്ങ് സങ്കല്പിച്ചു. അപ്പോഴായിരിക്കും അപ്പുറത്തുണ്ട് വിശ്വ, എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്, അപ്പോൾ എന്നെ വിളിക്കുന്നത് വിശ്വ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ അപ്പോൾ തീർന്നു, എൻ്റെ സങ്കല്പം പോയി. കാര്യം ഞാൻ ശ്രീരാമകൃഷ്ണദേവനാണ്, പക്ഷേ എന്നെ ആരെങ്കിലും വിശ്വ എന്ന് വിളിച്ചാൽ എൻ്റെ സങ്കല്പം പോയില്ലേ? അത് പറ്റില്ല, ആ സങ്കല്പം ശരിയല്ല. കാര്യം ശ്രീരാമകൃഷ്ണദേവൻ പിന്നെ എന്നെ ഗദാധരാന്ന് തന്നെ വിളിക്കുമ്പോഴേ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ തീർന്നു, സങ്കല്പം അവിടെ പൊളിഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഈശ്വരീയ സങ്കല്പത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യും? എന്താണ് അതിനൊരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ, ആ നാമം ജപിക്കൽ മാത്രമേ പറ്റൂ. ആ നാമത്തിൽ ഉറച്ചു നിന്നാൽ ഇനി എന്ത് പേര് വിളിച്ചാലും നമ്മളറിയില്ല. അറിയോ? നമ്മൾ ആ നാമം മാത്രമാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ഒരു വിളിയും നമ്മൾ കേൾക്കാനേ പോകുന്നില്ല. അപ്പം നാമം തന്നെയാണ് പ്രധാന ഘടകം. അതാണ് അബ്ദുൽ സ്വാമി നേരത്തെ പറഞ്ഞത്, ശങ്കരാചാര്യരുടെ ദണ്ടിൻ്റെ പുറത്ത് ആ മന്ത്രവുമായിട്ട് ഡിറ്റാച്ച്ഡായി പോകുന്നു നമ്മൾ. കാരണം ആ മന്ത്രം നമുക്കറിയാം. ഇപ്പം നാരായണ എന്ന് നമുക്ക് എപ്പോൾ വേണേ ജപിക്കാം. അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ മൂർത്തിയുടെ നാമമായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക. ഇപ്പം ഞങ്ങൾ തിരുവല്ലക്കാരായതുകൊണ്ട് ഞങ്ങളെപ്പോഴും അറിയാതെ ശ്രീവല്ലഭ എന്ന് വിളിച്ചു പോകും. എൻ്റെ വല്ലഭ ശ്രീവല്ലഭ എന്ന് വിളിച്ചു പോകും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് എൻ്റെ മകൾ താമസിക്കുന്നത്, ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം എൻ്റെ പത്മനാഭ എന്നേ പറയും, എൻ്റെ ശ്രീപത്മനാഭ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മൂർത്തിയെയാണ് നമ്മൾ എപ്പോഴും അറിയാതെ എൻ്റെന്നും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വന്നാലും ആ മൂർത്തിയുടെ നാമമേ നമ്മൾ ജപിക്കും. ആ സ്ഥിതിക്ക് നമ്മൾ ആ ഈശ്വരനാമത്തോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും അല്ലല്ലോ. ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് പ്രത്യേക തരത്തിൽ ഒരു വല്ലായ്മയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആങ്സൈറ്റിയോ വരുമ്പോഴാണ് നമ്മൾ അറിയാതെ എൻ്റെ ശ്രീവല്ലഭ എന്ന് വിളിച്ചു പോകുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യർ ആ സന്യാസകുലം തീരുമാനിച്ചത് ഈ നാമം നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാതിരിക്കാൻ പിന്നെ ഒരു മാർഗം ശ്രീവല്ലഭ എന്ന് എഴുതിയ ഒരു കടലാസ് പോക്കറ്റിട്ടുകൊണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെ എപ്പോഴാണ് നാമം ഏത് രൂപത്തിലും നമ്മളോട് ചേർന്ന് നിന്നാൽ മതി. അപ്പോൾ മനസ്സിൽ നിൽക്കുമെന്ന് പറഞ്ഞാലും അങ്ങനെയും മതി, പക്ഷെ മനസ്സിൽ നിൽക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ മണം വരും. അപ്പോൾ നമ്മളെ കാര്യം അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെക്കുറിച്ചാണ് സംഗതി. ശ്രീവല്ലഭം പോയി അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ പോയി, പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് ഡിറ്റാച്ച്ഡ് ആകാതിരിക്കാൻ ഫിസിക്കലി ഒരു പ്രോസസ്സാണ് ആ നാമം എഴുതി പോക്കറ്റിൽ വെച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അതവിടെ നമ്മുടെ കൂടെ ഇരിക്കും. അപ്പോൾ നമ്മൾ വാഹനത്തിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ പടം വെക്കും. അപ്പോൾ നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ആ ഇഷ്ടദേവൻ്റെ പടം കാണും. അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും നമ്മൾ വീട്ടിൽ ഈ വീടിൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അതങ്ങ് വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അവൻ എഴുതി വെച്ചും പോയി. ഭഗവാന്റെ ഒരു ചുമതല ആലോചിച്ച് നോക്ക്. നമുക്ക് ആകെയുള്ള ചിലവ് 5 രൂപയുടെ ഒരു സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ കൊണ്ട് ആദ്യമൊക്കെ ഒട്ടിച്ചങ്ങ് വെച്ചിട്ട് പിന്നെ നമ്മളങ്ങ് നടക്കുകയാണ്. പിന്നെ ഭഗവാന്റെ ജോലിയാണ് പേരെഴുതി വെച്ച് പോയി. ഈ വീടിനെ സംരക്ഷിച്ചില്ലെങ്കിൽ കാണുന്നവരെന്ത് പറയും? ചേട്ടാ അത് ഇന്ന ഈ വീടിൻ്റെ രക്ഷകൻ എഴുതിയിട്ട് ആ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നുള്ള കുറ്റബോധം വരും. എന്ന് പറഞ്ഞ പോലെ നാമം നമ്മളോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാമനെ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് രാമനെ ജപിക്കുന്ന ഒരാളെക്കുറിച്ചാണ്. രാമനെ ജപിക്കുന്ന ഒരാൾ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥ, ഒരു വലിയ ഭക്തൻ രാമനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ ധാരണ സംഭവിക്കുന്നതെല്ലാം രാമൻ്റെ ഇഷ്ടം കൊണ്ട്, ഇച്ഛ കൊണ്ട് നടക്കുന്നു. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു, ഇത് രാമൻ്റെ ഇച്ഛ കൊണ്ട് എനിക്കിപ്പോൾ ഭക്ഷണം കിട്ടി. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ തൻ്റെ പുറത്തോട്ട് ഇറങ്ങി. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ ആ കട വരെ പോയി. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാനൊരു ബ്രെഡ് മേടിച്ചു. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ പൈസ കൊടുത്തു. എല്ലാം അതിൻ്റെ മുമ്പിലൊക്കെ രാമൻ്റെ ഇച്ഛ എന്നും കൂടെ ചേർത്ത്. അത് എളുപ്പമാണ് അല്ലേ? ഒരു സാരി അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കുമ്പോൾ രാമൻ്റെ ഇച്ഛ കൊണ്ട് ഈ ഷർട്ടാണ് ഞാനിന്ന് ഇടുന്നത്, രാമൻ്റെ ഇച്ഛ കൊണ്ട് ഈ വളയാണ് ഞാനിന്ന് ഇടുന്നത്, രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ ഇന്ന് ഈ പാൻ്റ് ഇടുന്നു, ഈ ചെരുപ്പിടുന്നു, എല്ലാം രാമൻ്റെ ഇച്ഛ. അപ്പോൾ അതൊരു കണക്റ്റഡ് വേർഷനാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥയാണ് പറഞ്ഞത്, രാമൻ്റെ ഇച്ഛ കൊണ്ട്. അപ്പോൾ അയാൾ ഒരു ദിവസം നടന്നപ്പോൾ കുറേ കള്ളന്മാരെവിടെയോ പോയി എന്തോ ധനമെല്ലാം മോഷ്ടിച്ച് വരുന്ന വഴിയായിരുന്നു രാത്രി. ഇയാളിങ്ങനെ എവിടെയോ പോയി ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ ഇയാൾ ഒരു മരത്തണലിൽ വന്നിരുന്നു. ഇയാളെ കണ്ട ഒരു സാത്വികനായ ഒരു സന്യാസിയുടെ രൂപമുണ്ട്. അപ്പോൾ ഈ കള്ളന്മാർ നോക്കിയാൽ പോലീസുകാർ പിറകെ വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് ഈ ഇത് ഒളിപ്പിക്കാൻ ഈ കള്ളന് ഇത് ഒളിപ്പിക്കാൻ സ്ഥലമില്ല. നോക്കിയപ്പോൾ ഒരു സന്യാസി ഇരിക്കുന്നു. അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ പോലീസുകാർ തപ്പി വന്നപ്പോൾ സന്യാസിയുടെ ഈ രാമൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞ് നടക്കുന്ന അയാളുടെ മടിയിലാണ് ഈ സ്വർണം കൊണ്ടുവച്ചിരിക്കുന്നത്, മോഷ്ടിക്കപ്പെട്ടത്. പോലീസുകാർ ഇയാളെ പൊക്കിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത് കോടതിയിലെത്തി. അപ്പം ജഡ്ജി ചോദിച്ച്, നിങ്ങളാണോ ഇത് മോഷ്ടിച്ചത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, രാമൻ്റെ ഇച്ഛ കൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ ഇന്ന സ്ഥലം വരെ പോയി. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ ക്ഷീണിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിയിരുന്നു. രാമൻ്റെ ഇച്ഛ കൊണ്ട് കുറേ പേരെന്തോ എൻ്റെ മടി കൊണ്ടിട്ടിട്ട് പോയി. രാമൻ്റെ ഇച്ഛ കൊണ്ട് ഞാൻ അതെന്താണെന്ന് നോക്കിയില്ല. രാമൻ്റെ ഇച്ഛ കൊണ്ട് പോലീസുകാർ വന്ന് ഇത് തപ്പിയെടുത്തപ്പോൾ അത് സ്വർണ്ണമാണെന്ന് മനസ്സിലായി. രാമൻ്റെ ഇച്ഛ കൊണ്ട് പോലീസുകാർ എന്നെ ഇന്നലെ പിടിച്ച് സ്റ്റേഷനിലിട്ട് അറസ്റ്റ് ചെയ്തു. രാമൻ്റെ ഇച്ഛ കൊണ്ട് അവർ കേസ് ചാർജ് ചെയ്ത്. രാമൻ്റെ ഇച്ഛ കൊണ്ട് അവർ ഇവിടെ കൊണ്ടു നിർത്തി. രാമൻ്റെ ഇച്ഛ കൊണ്ട് അങ്ങ് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു. ഇത്രയാണ് കാര്യം. ഉടൻ ജഡ്ജി പറഞ്ഞ്, ഇയാളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇതാണ് രാമൻ്റെ ഇച്ഛയുടെ പിന്നാലെ, എല്ലാം രാമൻ്റെ ഇച്ഛയാണ്. അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയാണ്. ഇതൊരു നല്ല പ്രോസസ്സാണ്. നമ്മളെല്ലാം രാമൻ്റെ ഇച്ഛ വെച്ച് അങ്ങ് ചെയ്താൽ മതി, എന്തും ചെയ്യാം. അപ്പോൾ ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ രാമൻ്റെ ഇച്ഛ വെച്ചിട്ട് കുറേ കള്ളത്തരം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. രാമൻ്റെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ നല്ല കാര്യങ്ങളേ ചെയ്യുള്ളൂ. അത് തുടർന്ന് വരുന്നുണ്ടത്. അപ്പോൾ ഈ രൂപം കൊണ്ട് മാത്രമല്ല, നാമം കൊണ്ടും നമുക്ക് ഈ സഹവാസം ഉറപ്പ്. ഇപ്പം ഈ പറഞ്ഞ ആൾക്ക് രാമൻ എപ്പോഴും കൂടെയുണ്ട്. അല്ലെങ്കിൽ ആ ജഡ്ജിക്ക് യാതൊരു തെളിവുമില്ല, ഇയാളല്ല മോഷ്ടിച്ചതെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു തെളിവില്ല. കാര്യം കൈയോടെ പിടിച്ചിരിക്കുകയാണ്. തൊണ്ടി മുതൽ ഇയാളുടെ കയ്യിലാണ്. ഇന്നത്തെ നിയമം അനുസരിച്ച് ഇയാൾ അകത്ത് പോകേണ്ടതാണ്. പക്ഷെ രാമൻ്റെ ഇച്ഛ കൊണ്ട് ജഡ്ജി ഇയാളെ വെറുതെ വിട്ടു. അപ്പം അതാണ് രാമൻ്റെ ഇച്ഛയെക്കുറിച്ച്. അപ്പം പിന്നെ ഉള്ളത് ഈ സഹവാസം എന്ന് പറയുന്നത്, നിരവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അതിന് നമ്മെ സഹായിക്കും. ഇത് തന്നെ നമ്മൾ ഇത്തരം പ്രോസസ്സ് കൂടെ പലതരം പ്രോസസ്സാണ്. എല്ലാം ഈശ്വരനുമായി സഹവസിക്കാനുള്ള പ്രോസസ്സാണ്. പലതരം ഗ്രന്ഥങ്ങൾ നമ്മെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിനകത്ത് രാമായണം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, മറ്റ് ശ്രീരാമകൃഷ്ണ ഭജനാമൃതം വായിക്കുന്നുണ്ട്. അങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ. ഈശ്വരൻ്റെ നാമം എഴുതപ്പെട്ട ഏത് ഗ്രന്ഥവും നമുക്ക് വായിക്കാം. ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഈശ്വരനോടൊപ്പമാണ്. ആ വായനയുടെ സമയത്തെല്ലാം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ തന്നെയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭാഗവതവും
ഭക്തനും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ, ഭഗവാനുള്ളൂ. ആ ഭക്തനാണ് പ്രധാനം. ഭക്തൻ, ഭാഗവതം, ഭഗവാൻ, അങ്ങനെയാണ് അതിൻ്റെ ഇത്. അല്ലാതെ ഭഗവാൻ, ഭാഗവതം, ഭക്തൻ. ഭക്തനാണ് ഒന്നാം സ്ഥാനം. ഭക്തൻ, ഭാഗവതം, ഭഗവാൻ. ഭാഗവതം തന്നെയാണ് ഭഗവാൻ. ഭാഗവതവും ഭഗവാനും മാറി ഭക്തൻ തന്നെ ഭഗവാനായി മാറും. അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്. അതാണ് ഭാഗവത വായനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമായി പറയുന്നത്. കുറെ കഴിയുമ്പോൾ ഭക്തൻ തന്നെ ഭഗവാനായി മാറുന്നു. ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയൊരു, ഭാഗവതത്തെ പിന്തുടരുന്ന ആരും അത് തന്നെ ഭഗവാനായി മാറും. സംശയമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലേ? അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പരീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. ഭാഗവതത്തെ പിന്തുടരുന്ന ആളുകൾ ഭഗവാൻ തന്നെയായി മാറുകയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ ഓരോരോ ചലനങ്ങളിലും ആ ഭഗവാനെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. ഓരോ ചലനങ്ങളിലും ഇപ്പോൾ എല്ലാം ഭഗവാന്റെ ഓരോ കാര്യങ്ങളിലും ഭഗവാന്റെ ഒരു സാമീപ്യം നമുക്കുണ്ട്. അപ്പോൾ വചനാമൃതം ശ്രീരാമകൃഷ്ണദേവൻ്റെ സാന്നിധ്യമാണ്. അതിനകത്ത് ആ വചനാമൃതത്തിലെ ഓരോ വാക്കും ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന പോലെ അത് ഭാഗവതം തന്നെയാണ്. ഭഗവാൻ പറയുന്നതും ഭാഗവതമാണ്. ഭാഗവതം മാത്രമേ ഇവിടെ പറയപ്പെട്ടിട്ടുള്ളൂ, മറ്റൊന്നും പറയപ്പെട്ടിട്ടില്ല. ഭാരതം മുഴുവനും എഴുതിയപ്പോഴും വ്യാസന് പൂർണ്ണമല്ലാതെ പോയി എന്നുള്ള തോന്നലുണ്ടായത് അങ്ങനെയാണ്. മഹാഭാരതം മുഴുവനും എഴുതി കഥ, ഇത്രയും മഹത്തായ ഒരു കഥ മുഴുവൻ എഴുതി തീർന്നപ്പോൾ വ്യാസന് തോന്നി തൻ്റെ എഴുതിയതൊന്നും അല്ലാതായിപ്പോയി. എന്തുപറ്റി? അതിനകത്ത് ഭഗവാന്റെ അംശം വളരെ കുറവായിപ്പോയി. ഇതെല്ലാം ഭഗവാനാണ് സാക്ഷി. മഹാഭാരതത്തിൻ്റെ മുഴുവൻ സാക്ഷിയായിരിക്കുന്നത് ഭഗവാനാണ്. പക്ഷെ മഹാഭാരതത്തിൽ ഭഗവാന്റെ പങ്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ആ റോൾ എന്ന് പറയുന്നത് വ്യാസൻ എഴുതി തീർത്തപ്പോൾ ഭഗവാനുള്ള അംശം വളരെ കുറവായിരുന്നു. അതിനകത്ത് വളരെ അപൂർവമായ ഭാഗങ്ങളിൽ മാത്രം ഭഗവാൻ വരുന്നു. അതുകൊണ്ടാണ് അടിമുടി ഭഗവാൻ മാത്രം നിലനിൽക്കുന്ന ഭാഗവതത്തിലേക്ക് മാറിയത്. അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വ്യാസന് സംതൃപ്തിയായത്. ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഭഗവത് ശരീരമാണ് ഭാഗവതം. ഭാഗവതം ഏതൊക്കെ നിമിഷം വായിച്ചുകൊണ്ടിരിക്കുന്നോ നമ്മൾ മോക്ഷപ്രാപ്തിയിലാണ്. യാതൊരു സംശയമില്ല. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്നത് എന്താ വെച്ചാൽ, ഈശ്വരൻ്റെ ഈ ഭാഗവതം വായിക്കുന്നു, രാമായണം വായിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു ഗ്രന്ഥം വായിച്ചാലും ശരി, നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ വായിക്കുന്നത്? എത്ര പേർക്ക് സാധ്യമാകും? നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ലല്ലോ വായിക്കാതിരിക്കുന്നില്ല, പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഇത് വായിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ അർത്ഥം അറിയണമെന്ന് നിർബന്ധമില്ല. അർത്ഥം അറിയാൻ വേണ്ടിയല്ല ഭാഗവതം വായിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതിന് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു, ശ്രീരാമകൃഷ്ണദേവനും മുൻപ് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ബംഗാളിൽ ജീവിച്ചിരുന്ന അതേ ഈശ്വരീയ രൂപം ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം ഗംഗയുടെ തീരത്തൂടെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഒരാളിരുന്ന് ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുകയാണ്. ഒരാൾ ഒരിടത്തിരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. അപ്പോൾ കുറേ മാറി ഒരാളിരുന്ന് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇയാളിങ്ങനെ ഭഗവത്ഗീത വായിക്കുന്നു, ദൂരെ മാറി ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വായിക്കുന്ന ആൾ മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് അയാളങ്ങനെ വായിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ നിരക്ഷരകുക്ഷിയാണ്, കണ്ടാലേ അറിയാം, അയാൾക്കൊരു അക്ഷരം അറിയില്ല. അപ്പോൾ ഇതൊന്നും കേട്ടാൽ പോലും മനസ്സിലാകാത്ത ഒരാളാണ് ദൂരെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അയാളുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാളുടെ കണ്ണീർ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണീരിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അത്ഭുതപ്പെട്ടു പോയി. ഈ വായിക്കുന്ന ഒന്നും ഇവന് മനസ്സിലാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഇവൻ എന്ത് കണ്ടിട്ടാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അപ്പോൾ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ കരയുന്നത് ഇപ്പോൾ? നിനക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അതാണ് ഏറ്റവും പ്രധാനം. ആ വായിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ മുമ്പിൽ ആ രഥം നിൽപ്പുണ്ട്, അതിൽ ശ്രീകൃഷ്ണനുണ്ട്, അതിൽ അർജുനനുണ്ട്, ഇത്രയും എനിക്കറിയാം. അത് ആ രൂപം, ആ ചിത്രം കണ്ടാണ് എൻ്റെ കണ്ണീര് വാഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മതി. ഭാഗവതത്തിൻ്റെ അർത്ഥമൊന്നും തപ്പി നിങ്ങൾ പോകേണ്ട കാര്യം, ഭാഗവതത്തിൻ്റെ അല്ല, ഒരു ഗ്രന്ഥത്തിൻ്റെ അർത്ഥം തപ്പേണ്ട കാര്യമില്ല. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം നോക്കിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത്. കാണാതെ പഠിച്ചു വച്ചിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഹരിനാമ കീർത്തനം നമ്മളിവിടെ ക്ലാസ് ഉണ്ട്. ഹരിനാമ കീർത്തനത്തിലെ ഓരോ വരിയിലും പറഞ്ഞിരിക്കുന്ന അർത്ഥം, ആ വാക്കുകളുടെ പിന്നിലുള്ള സാങ്കത്യം അല്ലെങ്കിൽ ആ താല്പര്യം, ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. പക്ഷെ ഹരിനാമ കീർത്തനം വായിക്കുമ്പോഴും വിഷ്ണു സഹസ്രനാമം വായിച്ചാലും നമ്മുടെ മുന്നിൽ എന്താണുള്ളത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുന്നു അല്ലേ? ശംഖ് ചക്ര ഗദാ പത്മധാരിയായ ആ രൂപം നമ്മൾ കാണുന്നുണ്ട്. നമ്മളത് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഇതിലിരിക്കുന്ന 1000 പേരുകളുടെ അർത്ഥമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്വേഷിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈശ്വര നാമം ജപിക്കുന്നതിനും ഈശ്വര ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അതിൻ്റെ ഉള്ളടക്കം പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വെറുതെ വായിച്ചാൽ മതി. ആ രൂപം നമ്മുടെ ഉള്ളിൽ വരുമെന്നുള്ള ഉറപ്പാണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, വെറുതെ വായിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ വായനയുടെ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഈ വായനയുടെ ഒരു ശാസ്ത്രീയ വശം കൂടെ പറയുന്നുണ്ട്. ഈ വായന കൊണ്ടുണ്ടാകുന്ന, അതായത് ഈ മഹത് ഗ്രന്ഥം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ ഈ പുരാണങ്ങളോ അല്ലെങ്കിൽ ഭാഗവതമോ വചനാമൃതമോ എന്തുമായിട്ട് ഈശ്വര കഥകൾ ഉൾപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അർത്ഥമൊന്നും അറിയില്ല, സമ്മതിച്ചു. അതാണ് ആദ്യം പറഞ്ഞത്, അർത്ഥമൊന്നും അറിയില്ല. അർത്ഥം അറിയാനുള്ള, എല്ലാ അർത്ഥങ്ങളും അറിയാനുള്ള പാണ്ഡിത്യമൊന്നും നമ്മൾക്ക് എല്ലാവർക്കും ഇല്ല, അപൂർവം പേർക്കേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ വായിക്കുമ്പോഴുണ്ടാകുന്ന പ്രോസസ്സ് എന്താണെന്ന്, അതാണ് ഭഗവാൻ ഇവിടെ മറ്റൊരു ഘടനയായിട്ട് പറയുന്നത്. എന്താണ് ഈ വായനയുടെ ഫലം എന്ന് പറയുന്നത്? അതായത് ഈ വായന എന്ന് പറയുന്നത്, വായിക്കാനിരിക്കുന്ന വ്യക്തി, ആദ്യം നമ്മൾ ആ വ്യക്തിയെ ഒന്ന് കാണണം. വായിക്കാനിരിക്കുന്ന വ്യക്തി നമ്മളാണെങ്കിൽ നമ്മൾ, ഈ വായിക്കാനിരിക്കുന്ന വ്യക്തിക്ക് തല, നെഞ്ച്, വയറ്, കയ്യ്, കാല്, ഇത്രയും ഘടനയുണ്ട്. ഈ ഇത്രയും ഘടനകൾ ഈ വായനയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ആ ഗ്രന്ഥം വായിക്കുന്ന സമയത്ത് നമ്മുടെ ശിരസ്, നെഞ്ച്, വയറ്, കയ്യ്, കാല്, ഇത്രയും അംഗങ്ങൾ ഈ വായനയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൊണ്ട് വായിക്കുകയും കുറേ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സല്ല. ആപാദചൂടം ആ വായനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീത അതിൻ്റെ ആ പദങ്ങളുടെ ഇതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനമല്ല, ആ പദങ്ങൾക്ക് കൊടുക്കേണ്ട ഊന്നൽ എന്താണെന്നുള്ളത് ഊന്നൽ കൊടുത്ത് ആ ഭഗവത്ഗീതയുടെ ശ്ലോകം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ സപ്തനാഡികളും പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരം മുഴുവൻ അത് വ്യാപിക്കും. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഒരധ്യായം നമ്മൾ കൃത്യമായി വായിച്ചാൽ നമ്മൾ കുടുകുടാ വിയർക്കും. അതിൻ്റെ യഥാർത്ഥ സ്ട്രെസ് ആ വാക്കുകൾക്ക് കൊടുത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കുടുകുടാ വിയർത്തു പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഒരു ശരീരം മുഴുവൻ വായനയുടെ ഭാഗമായി പങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നും പറയുന്നുണ്ട്. ഒന്ന് ശിരസ്, നമ്മുടെ ഈ തല എല്ലാം കൂടെ ഈ ശിരസിനെ എടുക്കും. ഈ തലച്ചോറിൻ്റെ ഗ്രന്ഥികൾക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് വായിക്കുമ്പോൾ. കാര്യം, വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ചിത്രങ്ങൾ തെളിയുന്നു, ചില സങ്കല്പങ്ങൾ തെളിയുന്നു. ചിലപ്പോൾ അർത്ഥം അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ചില ചിത്രങ്ങളും ചില രൂപങ്ങളും സങ്കല്പങ്ങളും ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ വന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വരില്ലേ? അല്ല, വെറും വായന മാത്രമല്ല, വായിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ തലച്ചോറിൽ രൂപം കൊള്ളുന്നുണ്ട്.
ചിലപ്പോൾ യഥാർത്ഥ അർത്ഥത്തിലായിരിക്കണമെന്നില്ല. ഇപ്പോൾ കടൽ എന്നുള്ള വാക്കാണ് നമ്മൾ വായിച്ചത്. പക്ഷേ സംസ്കൃതത്തിൽ കടൽ എന്നുള്ള വാക്കാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അർത്ഥം മനസ്സിലായ ആളെ സംബന്ധിച്ച് കടലിൻ്റെ രൂപം വരും. നമുക്ക് ആ വാക്ക് വായിക്കുമ്പോൾ വേറെന്തെങ്കിലും രൂപമാണ് തോന്നിയാലും കുഴപ്പമില്ല, ആ രൂപം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു രൂപം മനസ്സിലുണ്ടാകുന്നു. ഓരോ വായനയിലും ഓരോ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു രൂപമുണ്ടാകുന്നു. ഇത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സദാസമയം. കാരണം ഈ ഓരോ വായന ഓരോ വാക്കും കടന്ന് പോകുന്തോറും നമ്മുടെ ഈ ബ്രെയിനിലുണ്ടാകുന്ന പിക്ചർ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സിനിമയിൽ എന്ന പോലെ മാറിക്കൊണ്ടേയിരിക്കും. അല്ല ഒരേ ചിത്രമല്ലല്ലോ നിൽക്കുക, ആ ചിത്രം ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ വായനയിൽ നമ്മുടെ ഹൃദയമിടിപ്പിന് മാറ്റം വരും. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വൈകാരികമാകും. അപ്പം നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. ഇപ്പോൾ ഭാഗവതമൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ കഴിയുമ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. പ്രത്യേകിച്ച് വൃന്ദാവന വർണ്ണനയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങും, ഇല്ലേ? അല്ലെങ്കിൽ ഓരോ ഘട്ടം വരുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന വൈകാരികതയാണ്. യശോദയും കണ്ണനും തമ്മിലുള്ള ആ ഇൻ്ററാക്ഷൻസൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ, ഏതമ്മയുടെ ഉള്ളിലും പെട്ടെന്ന് ആ വൈകാരിക തലം ഉയരാൻ തുടങ്ങും. ഒരമ്മ എന്നുള്ള വൈകാരിക തലം ഉയരാൻ തുടങ്ങും. ശ്രീകൃഷ്ണൻ യുദ്ധരംഗത്തേക്ക് പോകുമ്പം ഏതൊരു പുരുഷനെ സംബന്ധിച്ചും അത് വായിക്കുന്ന ഒരാൾക്ക് ആ യുദ്ധവീര്യത്തിൻ്റെ ഒരു ഊർജം ഉള്ളിലേക്ക് പോയി. ഇതെല്ലാം പ്രതിഫലിക്കുന്നത് നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ രൂപത്തിലാണ്. പല രൂപത്തിലാണ് ഹൃദയം. അപ്പോൾ എത്രമാത്രം ആ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട്, പമ്പ് ചെയ്യാണ്. ശിരസ് മുതൽ നമ്മുടെ വിരലിൻ്റെ അറ്റം വരെയുള്ള ഈ വെയിനിലൂടെ ബ്ലഡിനെ എത്ര ശക്തമായിട്ടാണ് ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹൃദയം. അപ്പം അവിടെയാണ് ഈ നെഞ്ചിൻ്റെ ഭാഗം വർദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നതാണ് കൈയും കാലും. കാരണം നമ്മുടെ ഈ വായനയ്ക്കൊപ്പം തന്നെ നമ്മുടെ കൈകാലുകൾക്കും, നമ്മൾ ഇരിക്കുന്നു മിണ്ടാതിരുന്ന് വായിക്കുന്നു എന്നുള്ളതിൽ അപ്പുറം കൈകാലുകളിൽ ഈ വായനയുടെ ശക്തി കൈകാലുകൾക്ക് വരുന്നുണ്ട്. ഇപ്പം രാമൻ കൊല്ലുന്നു, വധിക്കാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ എന്താണ്, ആ കൈയുടെ ശക്തി നമ്മളിലേക്കും വരിക തീർച്ചയല്ലേ. ഹനുമാൻ മരുത്വാമല ഉയർത്തുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ ആ മരുത്വാമലയുടെ ശക്തി വരികയാണ്. അങ്ങനെയുള്ള നമ്മൾ ആ വായന സ്വീകരിക്കുന്നത്, നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കയ്യിലൂടെയും കാലിലൂടെയും നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. അവസാന ഭാഗം, ഈ വായനയുടെ അവസാന ഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും വരുന്നത് വയറിലാണ്. വയറിനാണ് ഈ വായന കൊണ്ടുള്ള, ഈ വായന എന്ന് പറയുമ്പോൾ ആ വായന സൃഷ്ടിക്കുന്ന, നമ്മിലുണ്ടാക്കുന്ന ചേഞ്ചസ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഇടം വയറാണ്. കാരണം അവിടെയാണ്, നമ്മുടെ ആമാശയത്തിലാണ് ജഠരാഗ്നിയുള്ളത്. ജഠരാഗ്നി അറിയാമല്ലോ, ജഠരാഗ്നി, അതിൻ്റെ പ്രവർത്തനം നമ്മുടെ എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ് ജഠരാഗ്നി. എന്തും ദഹിപ്പിക്കും. നമ്മൾ എന്ത് കഴിച്ചാലും ശരി, ജഠരാഗ്നിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് എന്തും ദഹിപ്പിക്കും. അത്ര ഭീകരമാണ് അതിൻ്റെ ആ പ്രവർത്തന ശക്തി. നമ്മളൊരു ആവശ്യവും അനാവശ്യവുമായി എന്തോരം ഭക്ഷണമാണ് ഒരു ദിവസം കഴിക്കുന്നത്, പലരും പല തരത്തിൽ. പക്ഷെ ഇതെല്ലാം സഹിക്കേണ്ടി വരുന്ന ഒരു അവയവം, ഏക അവയവം നമ്മുടെ ആമാശയമാണ്. ഇത് മുഴുവനും കൃത്യസമയത്ത് ദഹിപ്പിച്ച്, ഇതിനെ വിഘടിപ്പിച്ച്, ഇതിനെ പുറന്തള്ളേണ്ട ഭീകരമായ ജോലി ഏറ്റെടുക്കുന്നത് ആമാശയമാണ്. ഈ വായനയുടെ പക്ഷത്തും ജഠരാഗ്നിക്ക് വലിയ ശക്തിയാണെന്നാണ് പറയുന്നത്. ഈ വായനയിലൂടെ നമ്മൾ ആർജിക്കുന്ന ഈ മുഴുവൻ വൈകാരിക തലങ്ങളെയും നമ്മളെ ബാധിക്കാത്ത വിധം, കാരണം ഒരു വായന കൊണ്ട് നമ്മൾക്ക്, ഇപ്പോൾ രാമരാവണ യുദ്ധം വായിച്ച് നമ്മൾ വല്ലാത്ത രീതിയിൽ തളർന്നു പോയാൽ പിന്നെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ആ തളർച്ചയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നത് ഈ ജഠരാഗ്നിയാണ്. അതുകൊണ്ടാണ് ഒരു വായന പൂർത്തീകരിക്കുമ്പോഴും നമുക്ക് ശക്തിയായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, ഈ ജഠരാഗ്നിയുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്,
ഏറ്റവും പ്രധാനമായി ഒരാൾ ശ്രദ്ധിക്കേണ്ടതും ഈ ജഠരാഗ്നിയുടെ പ്രവർത്തനത്തെയാണ്. ആമാശയത്തിൻ്റെ കാര്യം ഒന്നാണ് ഉദ്ദേശിച്ചത്, ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മളിപ്പോൾ തുടങ്ങിയിടത്തേക്ക് എത്തി. അന്നഗത പ്രാണനാണെന്നും പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ അന്നഗത പ്രാണനാണ് എന്ന് തുടങ്ങിയെടുത്താണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം അന്നം തന്നെയാണ്. കാര്യം ജഠരാഗ്നി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജഠരാഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് അന്നം. ആമാശയത്തിൽ ജഠരാഗ്നി ഉണ്ടെന്നുള്ള ആ സങ്കല്പത്തിലേക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളൊരു വസ്തുവാണ് അന്നം. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അതായിരിക്കും നമ്മുടെ സ്വരൂപം. എന്താണോ നമ്മൾ ഭക്ഷിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈശ്വരനാകണം എന്ന് സ്വയം സങ്കല്പിക്കാം. അതാണ് ഈശ്വര സാക്ഷാത്കാരം. എനിക്ക് ശ്രീരാമകൃഷ്ണദേവനാവണം, അല്ലെങ്കിൽ എനിക്ക് ശ്രീകൃഷ്ണനാവണം, ഞാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള സ്വയം സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ ആ സങ്കല്പത്തിലെത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം നമ്മുടെ ഉള്ളിൽ ജഠരാഗ്നിയിൽ അർപ്പിക്കുന്ന, അത് വലിയ യാഗമാണ് ജഠരാഗ്നി. ഒരു യാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഹോമത്തിൽ എങ്ങനെയാണ് ഒരു ഹവിസ് അർപ്പിക്കുന്നത്, തത്തുല്യമാണ് ജഠരാഗ്നിയിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന ഓരോ ഘടകങ്ങളും. അതാണ് ഭക്ഷണത്തിൻ്റെ പ്രധാനം. നമ്മൾ സ്വീകരിക്കേണ്ട ഭക്ഷണം ഏതാണ് എന്നുള്ളതിന് വളരെ കൃത്യത നമുക്കുണ്ടായിരിക്കണമെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ സ്വരൂപത്തിലായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം. ഒരിക്കൽ ഒരു സന്യാസി ആശ്രമത്തിൽ ഒരു ഇപ്പം ഇവിടെ ആപ്തലോകാൻ സ്വാമി ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ സഹായകരമായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ മാറി മാറി ഉണ്ടാകും. ആ പാചകം ചെയ്യുന്ന ആളുടെ സ്വഭാവമായിരിക്കും ആ ഭക്ഷണം കഴിക്കുന്ന നമ്മളെ ബാധിക്കുന്നത്. സംശയമില്ല കാര്യത്തിൽ. ആ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുടെ മനോവൃത്തിയാണ് ആ ഭക്ഷണം കഴിക്കുന്ന നമ്മളെ ബാധിക്കുന്നത്. കാരണം അയാളാണ് ഈ ജഠരാഗ്നിയിലേക്ക് അർപ്പിക്കേണ്ട ഹവിസ് തയ്യാറാക്കുന്നത്. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശ്രമത്തിൽ ഭക്ഷണത്തിന് പ്രസാദം എന്നാണ് പറയുന്നത്, അല്ലേ? ഭഗവാന് നിവേദിക്കുന്നത് നിവേദ്യമായിട്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നിവേദ്യം പ്രസാദമായി സ്വീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് വരാൻ കാരണം ഈ നിവേദ്യം സൃഷ്ടിച്ച ആളുടെ മനോഗതി നമ്മെ ബാധിക്കാതിരിക്കാൻ ഒരു ഈശ്വരീയാംശത്തോടു കൂടി നമ്മളത് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അമ്മമാർ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നാമം ജപിച്ചുകൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്ത് ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, ഇല്ലേ? ആര് പാകം ചെയ്താൽ പാകം ചെയ്യുന്ന ആളുടെ മനോവൃത്തിയാണ് ഭക്ഷണത്തിൻ്റെ രൂപം, ഭക്ഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് അല്ല. മനസ്സിലായില്ലേ? രംഗനാഥൻ സ്വാമി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. രംഗനാഥൻ സ്വാമി വളരെ ചെറുപ്പത്തിലാണ് സന്യാസം സ്വീകരിക്കാൻ പോയത്, അല്ലെങ്കിൽ പരിവ്രാജക ജീവിതത്തിലേക്ക് പോയി. രംഗനാഥൻ സ്വാമിക്ക് ആദ്യം കിട്ടിയ, രംഗനാഥൻ സ്വാമി അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, പരിചയം വെച്ചാൽ കേട്ടിട്ടുണ്ടല്ലോ. രംഗനാഥൻ സ്വാമിയാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ ഓർഡറിൻ്റെ തലപ്പത്ത് വന്ന പ്രസിഡൻ്റായിട്ടുള്ള ആദ്യത്തെ മലയാളി അദ്ദേഹം. പിന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രംഗനാഥൻ സ്വാമി മലയാളിക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന വലിയ സന്യാസി ശ്രേഷ്ഠൻ. നെഹ്റുവിൻ്റെ കാലത്ത് രംഗനാഥൻ്റെ സ്വാമിക്ക് നൽകിയിരുന്ന സ്ഥാനം ഇന്ത്യയുടെ സ്പിരിച്വൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. റഷ്യക്കാർ 2 ഇന്ത്യക്കാരെ മാനിച്ചിട്ടുള്ളൂ. റഷ്യക്കാർ അന്നത്തെ കാലത്ത് 2 ഇന്ത്യക്കാരെയാണ് മാനിച്ചിരുന്നത്. ഒന്ന് ജവഹർലാൽ നെഹ്റു, 2 രംഗനാഥാനന്ദ സ്വാമി. ഈ 2 പേരെയാണ് റഷ്യൻ ജനത സ്വീകരിച്ചിരുന്ന 2 വ്യക്തികൾ. അത്രയ്ക്കും പ്രാധാന്യം രംഗനാഥ സ്വാമികൾക്കുണ്ടായിരുന്നു. പണ്ട്
ഇന്ത്യ ഒന്നായിരുന്ന കാലത്ത് ലാഹോറിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. ഈ കാലടിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം സന്യാസം സ്വീകരിച്ച ശേഷം ജോലിയിലേർപ്പെട്ടത് ലാഹോറിലാണ്. പിന്നീട് ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ ലാഹോറിൽ നിന്ന് നടന്ന് അദ്ദേഹം കൽക്കട്ടയിലേക്ക് വരികയായിരുന്നു. ആ നടന്ന വഴികളിലെല്ലാം ആളുകൾ വീണ് മരിച്ചു കിടക്കുന്നതും ഭീകരമായ കാഴ്ച രംഗനാഥൻ സ്വാമിയുടെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം രംഗനാഥൻ സ്വാമി ഇതേപോലെ കുട്ടിക്കാലത്ത് സന്യാസത്തോട് താല്പര്യപ്പെട്ട് അലാറം വെച്ചിരുന്നു നിർത്താനായിട്ട്, നമ്മുടെ സമയം എത്താനായിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ രംഗനാഥൻ സ്വാമി കുട്ടിക്കാലത്ത് സന്യാസം സ്വീകരിച്ച് മൈസൂർ ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ആദ്യത്തെ ജോലി അടുക്കളയിലെ അരിവെപ്പായിരുന്നു. അരി വെക്കുന്ന ജോലിയാണ് കൊടുത്തത്. അപ്പോൾ കൃത്യമായി അരി തിളയ്ക്കുന്ന ഒരു സമയം, അതായത് അവിടുത്തെ ആശ്രമ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ അന്നത്തെ സന്യാസിമാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ആ അരിയുടെ വേവിന് ഒരു കൃത്യത വേണം. വെന്ത് കുഴഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഒട്ടും വേവാതെ ഇരിക്കരുത്. ചെറുപ്പത്തിലേ ചെല്ലുന്ന രംഗനാഥൻ സ്വാമിക്ക് അരി വേവിച്ച് ശീലമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കൃത്യമായി അരി വേവിക്കാൻ എന്താണ് ഒരു മാർഗം, കഴിക്കുന്ന ആ ആശ്രമ അംഗങ്ങൾക്ക് രുചികരമായ രീതിയിൽ അരി കൃത്യമായി വേവിക്കാൻ എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചു. അപ്പോൾ രംഗനാഥൻ സ്വാമി അതിനെ ആശ്രയിച്ചത്, അതുവരെ അവിടെ അരി വെച്ചുകൊണ്ടിരുന്ന ആളോട് ചോദിച്ചു, ഇത് എത്ര നേരം കൊണ്ടാണ് നിങ്ങൾ കൃത്യമായി ഈ അരി വേവിക്കുന്നത്, എന്നെയും കൂടെ നിർത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ ആ ജോലി അത് കഴിഞ്ഞ് രംഗനാഥ സ്വാമിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്വാമി. അതുകൊണ്ട് രംഗനാഥ സ്വാമി രംഗനാഥൻ എന്നല്ല, ശങ്കരൻ എന്നാണ് പേര്. അപ്പോൾ ശങ്കരനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശങ്കരൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ അരിയുടെ വേവ് പാകം എങ്ങനെ അറിയും? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുശിനിക്കാരൻ ശങ്കരനെ കൂടെ നിർത്തിയിട്ട് അരി വേവിക്കുന്ന കാണിച്ചു കൊടുക്കും. അപ്പോൾ അരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു കൃത്യസമയം കൊണ്ട് ഇത് അരി വേവുന്നു. ഈ കുശിനിക്കാരൻ അറിയാതെ രംഗനാഥൻ സ്വാമി ഒരു വിദ്യ ചെയ്തു. ഈ അരി വെള്ളം അടുപ്പത്തോട്ട് ഈ വെള്ളം വെച്ച് തിളച്ചിട്ട് വേണ്ട അരിയിടാൻ. അപ്പം അടുപ്പത്തോട്ട് ഈ വെള്ളം വെക്കുന്നത് മുതൽ ഭഗവത്ഗീത ചൊല്ലാൻ തുടങ്ങി. ഗീതയുടെ ഇത്രയും അധ്യായം കഴിയുമ്പോൾ ഇത്രാമത്തെ ശ്ലോകം എത്തുമ്പോൾ അരി പാകം കറക്റ്റ്. അപ്പോൾ അതിൻ്റെ അളവ് പോലെ ഭഗവത്ഗീതയാണ്. നോക്കൂ, അളവ് സമയമല്ല എടുത്തത്, ഭഗവത്ഗീതയുടെ ശ്ലോകത്തിൻ്റെ എണ്ണമാണ് എടുത്തത്. അത് 8 or 10 അധ്യായം കഴിഞ്ഞ് ഇത്രാമത്തെ ശ്ലോകം എത്തുമ്പോൾ ആ അരി എടുത്ത് നോക്കിയാൽ കൃത്യം പാകം, അതിന് മാറ്റമില്ല. കാര്യം ഒരേ അളവിലുള്ള പാത്രം, ഒരേ അളവിലുള്ള വെള്ളം, ഒരേ അളവിലുള്ള തീയ്, ഒരേ അളവിലുള്ള അരി, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ടൈം ഫിക്സഡ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ടൈം കണക്ക് കൂട്ടാൻ എന്താണ് മാർഗം? ഗീത ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഗീതയുടെ എല്ലാ ദിവസവും ഗീത ചൊല്ലിക്കൊണ്ടാണ് അരി വേവിച്ചുകൊണ്ടിരുന്നത്. അന്നഗത പ്രാണൻ അങ്ങനെയാണ്. ആ രംഗനാഥൻ സ്വാമി പിന്നെ ആരായി? നമ്മുടെ ശ്രീരാമകൃഷ്ണ ഓർഡറിലെ ഏറ്റവും മഹനീയനായൊരു സ്വാമിയായി മാറി. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചവരുടെ ഒരു ശക്തി എന്തായിരിക്കും? എല്ലാ ദിവസവും ഗീതാശ്ലോകത്തിലാണ് അരി വെന്തത്. അതിൻ്റെ ശക്തി എത്രയായിരിക്കും? അതിൻ്റെ രുചി എത്രയായിരിക്കും? ഇതാണ് ആ അന്നഗത പ്രാണൻ്റെ അല്ലെങ്കിൽ ജഡരാഗ്നിയുടെ, ഈ ജഡരാഗ്നിയിൽ അർപ്പിക്കുന്ന ആ ചോറ് ഭഗവത്ഗീതയിൽ വെന്തതാണ്. അപ്പോൾ ഈ ജഡരാഗ്നി എത്രമാത്രം ശക്തമായിരിക്കും? ഈ ജഡരാഗ്നിയിൽ ആവശ്യമില്ലാത്തത് കൊണ്ടിട്ട് നിറച്ച് വൃത്തികേടാക്കിയാണ് നമ്മൾ ഈ രോഗം മുഴുവൻ വരുത്തി വെക്കുന്നത്. എന്നിട്ട് പിന്നെ മരുന്ന് കഴിക്കുക, ഗുളിക കഴിക്കുക. ജഡരാഗ്നിയിലേക്ക് ഇപ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ പോകുന്ന ഗുളികയാണ്. ഇത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഗുളികയാണ്. ജഡരാഗ്നിയിലേക്ക് അല്പം ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പും 5-6 ടാബ്ലറ്റുകൂടെ പല കളറിൽ ചേർത്താണ് നമ്മൾ ജഡരാഗ്നിയിലേക്ക് ഹോമിക്കുന്നത്. അപ്പോൾ ഈ ഹോമത്തിന് നമ്മൾ അർപ്പിക്കുന്നത് ഈ ഗുളിക കൂടിയാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിൽക്കും? ആശുപത്രികൾ ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റികളായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതാണ് ഈ ജഡരാഗ്നിയിൽ ഹോമിക്കുന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഈ ജഡരാഗ്നി, അതായത്
ജഠരാഗ്നി എന്നുള്ളതിന് വേദാന്തത്തിൻ്റെ പേര് പറയുമ്പോൾ അതിനൊരു ഈശ്വരീയ രൂപം. അലാറം കൂടി നിർത്താനുള്ള സമയമായി. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് സന്തോഷം പോരും. സന്തോഷം ഇവിടെ എത്തുന്നവരെ എനിക്കത് പറയാമല്ലോ. ഈ ജഠരാഗ്നിക്ക് ഈശ്വരീയമായ വേദാന്തത്തിൽ പറയുന്ന പേരാണ് വൈശ്വാനരൻ. വൈശ്വാനരൻ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ചൊല്ലണമെന്ന് പറയുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണം ബ്രഹ്മാർപ്പണമാണ്. ബ്രഹ്മാർപ്പണം നടത്തി കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുക. എന്തെങ്കിലും ഭക്ഷണം നമുക്ക് കഴിക്കാൻ തോന്നുന്നു, ബ്രഹ്മാർപ്പണം ചൊല്ലേണ്ടതാണ്. ഈ ജഠരാഗ്നിയിൽ ഹോമിക്കേണ്ടതാണെന്നുള്ള സങ്കല്പം, വൈശ്വാനരന് സമർപ്പിക്കേണ്ടതാണെന്നുള്ള സങ്കല്പത്തിൽ ബ്രഹ്മാർപ്പണം ചൊല്ലി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി അർപ്പിക്കേണ്ട ഭക്ഷണം എന്തായിരിക്കണമെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണ്ടേ. നമ്മൾ നമ്മുടെ ഈശ്വരന് കൊണ്ട് നേദിക്കുമോ? കാണിക്കേണ്ടതല്ല. ഈശ്വരന് നേദിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം എത്ര ശുദ്ധമായിട്ടുള്ളതായിരിക്കും. അതേ ഈശ്വരൻ വൈശ്വാനരൻ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ ഈശ്വരൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ സന്തോഷവാ, ഈശ്വര സ്വരൂപം നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നമ്മുടെ ആമാശയത്തിലുള്ള വൈശ്വാനരൻ. ആ വൈശ്വാനരന് നേദിക്കേണ്ട നിവേദ്യം തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ ഈശ്വരീയ രൂപത്തിലേക്കുള്ള നമ്മുടെ ചേഞ്ച്. ബാക്കി നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇതേതായാലും ഇത്രയേ ആയുള്ളൂ. പകുതി നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. അത് അടുത്ത മാസത്തെ അടുത്ത സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ.